ആ കൊടുക്കാം. ഇതിന്റെ അടിയിൽ നിന്ന് ഇലയുടെ അടിയിൽ നിന്ന് അടിച്ചു കൊടുക്കണം. അപ്പം ഇലയുടെ അടിയിൽ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാതിരിക്കും. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തൊടുപുഴ കൃഷിഭവനിലാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ ഭാഗമായിട്ട് പോഷകത്തോട്ടം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതിൻ്റെ അവിടെ നിന്ന് അവർ വിളിച്ചു, സാധനങ്ങൾ വന്ന് കൈപ്പറ്റാൻ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ ഇത് വിതരണം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്കെ വിതരണം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന വിത്തുകളും അതുപോലെ തന്നെ പോട്ടുകളും ഒക്കെയാണ്. പിന്നെ വളങ്ങളും ഒക്കെ ധാരാളം ഉണ്ട് നമുക്ക്. അപ്പം ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 2 യൂണിറ്റ്, ഞങ്ങൾക്ക് 2 പേർക്കായിട്ട് 2 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റ് ആണ്. അപ്പം എന്താണ് നിങ്ങൾ ഇതുണ്ട്, ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള തൈകളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എപ്പോഴും ഇവിടെ റിപ്പീറ്റ് ചെയ്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എപ്പോഴും തക്കാളി, പച്ചമുളക്, വഴുതന, വെണ്ട അതൊന്ന് മാറ്റി ചെറിയ മാറ്റം വരുത്തി വേറെ തൈകൾ കിട്ടിയാൽ നല്ലതായിരിക്കും. ഞാൻ ഇവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളാരും ഇതൊന്നും നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ അറിയണം. ആ കൃഷിഭവനിൽ ഇടയ്ക്ക് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ അംഗങ്ങളാവുകയൊക്കെ ചെയ്താൽ മതി. ഇതെല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മൾ സാധനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വളങ്ങൾ. എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയില്ല, അത് പൊട്ടിച്ച് നോക്കണം. പോട്ടുകൾ, പിന്നെ കീടനാശിനി ഉണ്ട്, നല്ല തൈകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഒന്ന് നടേണ്ട ആവശ്യമുണ്ട്. നാളെ നല്ലൊരു പണിയാണിത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നടന്നത് നമുക്ക് ഏകദേശമൊക്കെ അറിയാമല്ലോ, എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കറിയാം. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ കണ്ട ഒരു കാര്യം ഉണ്ട്, ഇത് ഓർഗാനിക്കാണ് കേട്ടോ. ഇത് നല്ല കീടനാശിനിയാണ്. ഇതൊക്കെ ഒന്ന് എല്ലാത്തിനും ചെടികൾക്ക് ഇതൊക്കെ എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള കൃഷി ചെയ്യുന്നവർക്കെല്ലാം എപ്പോഴും ഈ പെസ്റ്റിസൈഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഓർഗാനിക്കാണ് നമ്മൾ ഇതാണ് കിട്ടിയ ആ കിറ്റിനകത്ത് കുറേ സ്യൂഡോമോണസ് ഉണ്ട്, ട്രൈക്കോഡർമ ഉണ്ട്, പിന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഡോളോമൈറ്റിൻ്റെ പൗഡറുണ്ട്. അതൊക്കെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ കുമ്മായിട്ട് കുറേ നാൾ വെച്ചേക്കണമല്ലോ. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് അപ്പം തന്നെ അതിൻ്റെ കൂടെ ഡോളോമൈറ്റിൻ്റെ പൗഡർ ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്ക് കൃഷി ചെയ്യാനുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണത്. പിന്നെ ഇത് എന്താണ് പറയുക, ഒരു സമ്പൂർണ്ണ എന്ന് പറഞ്ഞ് വളവും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതിന് നോക്കണം എന്താണെന്ന്. എന്തായാലും വളരെ നല്ലതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിക്കുക, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് കുറേ കരിയില കമ്പോസ്റ്റൊക്കെ ഇരുന്നുണ്ട്, അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ളത് ഇതിൽ കാണണം. ഇതൊക്കെയാണ് കേട്ടോ തൈകൾ. കണ്ടോ, നല്ല ഹെൽത്തിയായ തൈകളാണ്. അപ്പോൾ ഇവിടെ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ചെയ്യുന്നത്. നല്ല വെയിൽ വേണമല്ലോ. അപ്പോൾ എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്ന് കാണിക്കാം. നടുന്ന മുഴുവനും കാണിച്ചാൽ വീഡിയോ ലെങ്തിയാവും, അതുകൊണ്ടാണത് കുറച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാത്തിനും ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്തിരി തണലത്ത് വെക്കണമല്ലോ, 2-3 ദിവസത്തേക്ക് തണലിൽ വേണം വെക്കണം. പിന്നെ നമ്മൾ അത് പിന്നെ നമുക്ക് മാറ്റി ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വാർഡ് സഭയിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദമായിട്ട് പറയുമല്ലോ നമ്മുടെ വാർഡ് മെമ്പറൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പോയി കേൾക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കൂട്ടുകാരിൽ നിന്നൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഇതെല്ലാം കിട്ടേണ്ടതൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. നമ്മൾ നല്ല പച്ചക്കറികൾ, നമ്മൾ വിഷം ചേർക്കാത്ത നല്ല ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെയാണ്. കണ്ടോ, നല്ല വലിയ പോട്ടുകളാണ് കേട്ടോ. എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് ഇത്രയുടെ വെയിറ്റിൽ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കുറച്ച് ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനു മുമ്പ് കിട്ടിയ തക്കാളിയൊക്കെയാണ് കേട്ടോ. 1 മാസം മുമ്പ് കിട്ടിയിട്ടേ ഉള്ളൂ. എല്ലാത്തിലും പൂവും കാന്താരി മുളകിലാണെങ്കിലും ഇഷ്ടം പോലെ പൂവും കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുള്ളായ ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.